ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മഞ്ഞുമൽ ബോയ്സിന്റെ ഇന്നത്തെ കളക്ഷനോടെ 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടാനായിട്ടൊരുങ്ങുന്ന സിനിമയുടെ 100 കോടി നേട്ടത്തോടെ മലയാള സിനിമ ഇൻഡസ്ട്രി പുതിയൊരു 100 കോടി നേട്ടം കൂടിയാണല്ലോ ഈ വർഷം കണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് 50 കോടി കളക്ഷൻ ഇല്ല, 100 കോടി കളക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ അതേ ഇൻഡസ്ട്രി തന്നെയാണ്, മോളിവുഡ് സിനിമ ഇൻഡസ്ട്രി തന്നെയാണ് ഇപ്പോഴത്തെ 4ാമത്തെ 100 കോടി നേട്ടം കണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 20ലധികം 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളും 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമകളുമാണ് മോളിവുഡിൽ പറഞ്ഞിരിക്കുന്നത്. 2013 ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് മോളിവുഡ് ആദ്യം 50 കോടി കണ്ടതെങ്കിൽ 100 കോടി കളക്ഷൻ കണ്ടത് 2016 പുലിമുരുകൻ എന്ന ലാലേട്ടൻ സിനിമയിലൂടെയാണ്. ഈ പറഞ്ഞ 2 കോടി ക്ലബ്ബുകളും ലാലേട്ടൻ തന്നെയാണ് മോളിവുഡിൽ തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയാനായിട്ടുള്ളത്. പുലിമുരുകൻ എന്ന സിനിമയാണ് മലയാളത്തിന്റെ ആദ്യ 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമ. 2016 സിനിമ റിലീസ് ചെയ്തത്. ശേഷം രണ്ടാമത്തെ 100 കോടി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പറഞ്ഞത് ലാലേട്ടൻ സിനിമയിലൂടെ തന്നെയാണ്. ഏകദേശം പുലിമുരുകൻ തിയേറ്ററുകളിലേക്ക് എത്തി 2.5 വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സിനിമയിലൂടെയായിരുന്നു അത്. 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ ലൂസിഫർ 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്ന രണ്ടാമത്തെ സിനിമയായിട്ട് അന്ന് മാറിയത് നാം കണ്ടതാണ്. പുലിമുരുകൻ കഴിഞ്ഞ ലൂസിഫറിലൂടെ 100 കോടി പറക്കാനായിട്ട് ഏകദേശം 2.5 വർഷമാണ് മോളിവുഡിന് വേണ്ടി വന്നതെങ്കിൽ പിന്നീട് 4 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു 2018 മോളിവുഡിന്റെ 3ാമത്തെ 100 കോടി കളക്ഷൻ കാണാനായിട്ട്. കഴിഞ്ഞ വർഷം 2023 മെയ് മാസമായിരുന്നു 2018 തിയേറ്ററുകളിലേക്ക് എത്തിയത്. മോളിവുഡിന്റെ 3ാമത്തെ 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമ, ഇൻഡസ്ട്രിയിട്ട് വിജയ സ്റ്റാറ്റസ് നേടിയെടുക്കുന്ന സിനിമ എന്നിങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം തന്നെ 2018 അന്ന് നേടിയത് നമുക്ക് കണ്ടതാണ്. ഇപ്പോഴത്തെ 2018 തിയേറ്ററുകളിലേക്ക് എത്തി 1 വർഷം പോലും തികയുന്നതിന് മുന്നേ മോളിവുഡിന്റെ 4ാമത്തെ 100 കോടി കളക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. അത് ഇന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ മോളിവുഡിന്റെ ഒരു വളർച്ച ഇനിയുള്ള വർഷങ്ങളിലല്ല, മാസങ്ങളിൽ പോലും ഇനിയും കൂടുതൽ 100 കോടി കളക്ഷൻ പറക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മോളിവുഡിന്റെ ആദ്യ 2 100 കോടികൾ പിറന്ന് പിന്നീട് 3ാമത്തെ 100 കോടിയിലേക്ക് എത്താനായിട്ട് 2016 നിന്നും 2023 മെയ് മാസം വരെ കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ പിന്നീടുള്ള 2 100 കോടികളും പിറന്നിരിക്കുന്നത് 1 വർഷത്തിനിടയിലല്ല, 10 മാസങ്ങൾക്കിടയിലാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വമ്പൻ വളർച്ചയിലേക്ക് മോളിവുഡ് പോകുകയാണ്. 4ാമത്തേതിൽ നിന്നും 5ാമത്തെ 100 കോടിയിലേക്ക് എത്താനായിട്ട് പിന്നെ ഏകദേശം 10-15 കോടിയുടെ വ്യത്യാസം മാത്രമേ പ്രേമലു എന്ന സിനിമയ്ക്കുള്ളൂ. നിലവിൽ പ്രേമലു എന്ന സിനിമയുടെ 100 കോടി സാധ്യതയിലേക്ക് വരികയാണെങ്കിൽ ഈ ആഴ്ച തന്നെ 90-95 കോടി റേഞ്ചിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തും. ശേഷം ഏറ്റവും ഒടുവിൽ 100 കോടി ടച്ച് ചെയ്യണമെങ്കിൽ തെലുഗു ഡബ്ബ് ഒരൽപ്പം കൂടുതൽ കളക്ഷൻ നേടിയെടുക്കേണ്ടതായിട്ട് ആവശ്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത ഒരാഴ്ചക്കുള്ളിൽ പ്രേമലുവിന്റെ കളക്ഷൻ എത്ര കോടിയിലേക്ക് എത്തുമെന്ന് അറിയാനായിട്ട്. ഇതുവരെ പറഞ്ഞ 4 100 കോടി സിനിമകളിലൂടെ ഇതിനോടൊപ്പം തന്നെ പല താരങ്ങളാണ് 100 കോടി ഒരൊറ്റയടിക്ക് ഒരൊറ്റ സിനിമയിലൂടെ കണ്ടിരിക്കുന്നത്. ഇനിയും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ 100 കോടി കാണാത്ത പല പ്രമുഖ താരങ്ങളെല്ലാം തന്നെ ഉണ്ട്. അവർക്കും 100 കോടിയിലേക്ക് എത്തപ്പെടാനായിട്ട് എത്രയും വേഗം ആകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ടാം.